ഹലോ അസ്സാം വലൈക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഷീ മാഗസിൻ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. വെള്ളമെല്ലാം ഇറങ്ങി എല്ലാവരും അവനവൻ്റെ വീടുകളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. മുന്നോട്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഞായറാഴ്ച ഫുൾ പ്രൊഡക്റ്റീവ് ഡേ പിന്നെ ഫാമിലി ഗ്യാതറിങ് അതെല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. രാവിലെ തന്നെ കുറച്ച് വെയിൽ കണ്ടതുകൊണ്ട് തന്നെ കുറച്ച് ഉണങ്ങാനിട്ട തുണികളെല്ലാം കൂടി വെയിലത്തേക്ക് മുറ്റത്തേക്ക് കൊണ്ടിട്ടിട്ടുണ്ട്. തുണി ഉണക്കുന്ന സ്റ്റാൻഡ് 2 വർഷം മുമ്പ് വാങ്ങിയതാണ് കേട്ടോ. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. മഴയത്തും വെയിലത്തും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ്. ഒരുപാട് തുണികൾ കൊള്ളുകയും ചെയ്യും. ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ താഴെ ഇട്ടേക്കാം, ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത് ആ പണിയെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നു. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഗസ്റ്റ് ഉണ്ട്. ഇക്കാൻ്റെ 2 സിസ്റ്റർമാരും അവരുടെ മക്കളൊക്കെ കൂടി വരുന്നുണ്ട്. ഒരാഴ്ച നിൽക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. എന്നാലും അവർ വരുമ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്ന് ബീഫിൻ്റെ സ്റ്റൂവും ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും ഇതെല്ലാം കൂടി ഉണ്ടാക്കാനാണ് കേട്ടോ ഇന്നത്തെ പ്ലാന്. അപ്പോൾ അതിൻ്റെ പരിപാടികളിലാണ് രാവിലെ തന്നെ. ഇക്കാൻ്റെ ഇളയ സിസ്റ്റർ യു എയിൽ സെറ്റിൽഡാണ്. ആൾ വർഷത്തിൽ 1 മാസത്തെ വെക്കേഷനായിട്ട് വരാറുണ്ട്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് അവൾക്ക് നമ്മളിവിടെ നിൽക്കാനൊന്നും വരാൻ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒരാഴ്ച നിൽക്കാൻ വരികയാണെന്ന് നേരത്തെ തന്നെ വരുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൻ്റെ കൂടെ കുഞ്ഞുവാവൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വരികയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇക്കാക്കക്ക് ഫ്രീ ആണ്. അപ്പോൾ അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടികളിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ കിണറിൽ നോക്കുമ്പോൾ വലിയ കാട് പോലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ച് ക്ലീൻ എത്തുന്ന ഭാഗത്ത് പിന്നെ നമ്മളെ കിണറിൽ ആദ്യമായിട്ടാണ് ഇത്രയും തോനെ വെള്ളം. അപ്പോൾ അത് കണ്ടപ്പോൾ ഇക്കാക്കനെ കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു കേട്ടോ. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാനും. നല്ലോണം വെള്ളം പൊന്തിയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ കുക്കിങ്ങിനുള്ള ചിക്കനും ബീഫും എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കിങ്ങൊക്കെ ചെയ്യാമല്ലോ. പിന്നെ അപ്പുറത്തുള്ളത് കുടിക്കാനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു പൈപ്പ് കോർപ്പറേഷനും ഒരു പൈപ്പ് കിണർ വെള്ളവുമാണ്. അപ്പോൾ ഞാൻ സ്റ്റൂവിന് വേണ്ടിയിട്ട് ബീഫെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വലിയ പീസുകളുള്ളതൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഞാൻ ഒന്നും കൂടി കഴുകുന്നുണ്ട്. ബീഫും ചിക്കനെല്ലാം ഇതേപോലെ ഒരു 2-3 പ്രാവശ്യം കഴുകുന്നത് നല്ലതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. ഇക്കാക്ക പുറത്ത് പോയി വന്നപ്പം കുറച്ച് എഗ് പബ്സ് എല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഒരു കട്ടൻ ചായ ഇട്ട് കുറച്ചൊന്ന് ബ്രേക്ക്. കുറേ സമയമായിട്ട് പണിയെടുത്തുകൊണ്ട് നിൽക്കാനല്ലോ. അപ്പോഴേക്ക് കുഞ്ഞു എണീച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ അവൻ്റെ ബെഡെല്ലാം ഇട്ടിട്ട് അവിടെ കിടത്തിയതാട്ടോ. പിന്നെ ആ ബ്രേക്ക് കഴിഞ്ഞു. പിന്നെ നേരെ കിച്ചണിലേക്ക് ബാക്കി പരിപാടികളിലേക്കും ഞാനും ഇക്കാക്ക പുറത്ത് ക്ലീനിങ്ങിലേക്കും നിൽക്കുകയാണ്. ഇവിടെ മഴ ആയതുകൊണ്ടും ഞങ്ങളാരും ഇവിടെ ഇല്ലാത്തതുകൊണ്ടും ബാക്കും ചുറ്റുഭാഗം ആകെ അലമ്പായി നിൽക്കുമായിരുന്നു. നന്നായിട്ട് പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞങ്ങളിങ്ങോട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് കേട്ടോ അതെല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ കുറച്ച് ബാക്കി വന്ന കുറേ ചണ്ടിക്കുമ്പാരങ്ങളൊക്കെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യാണ് ഇക്കാക്ക. ആ കൊണ്ടുവന്നിട്ടുള്ള ചുവപ്പ് കളറുള്ള ചാക്കുകളെല്ലാം വേസ്റ്റെല്ലാം വാരിടാൻ വേണ്ടിയിട്ട് കടകളിൽ നിന്ന് കിട്ടും കേട്ടോ. ഉള്ളിച്ചാക്ക് ചോദിച്ചാൽ മതി, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് തോനെ വാങ്ങി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന പ്ലാസ്റ്റിക് കവറുകളെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുമാണ്. ഈ മഴയത്ത് അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ കട്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ബീഫ് സ്റ്റൂ ഉണ്ടാക്കുകയാണ്. ആദ്യം തന്നെ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇടുക. ഒരു ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പം പച്ചമുളകും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. പച്ചക്കറികളൊക്കെ വാടി വരുമ്പം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്കാണ് നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആകെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1.5 ടീസ്പൂണോളം വരുന്ന മല്ലിപ്പൊടി മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ആ പൊടികൾ കൂടി ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് വയ്ക്കുന്നത്. ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് തേങ്ങയുടെ 2ാം പാലിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുക്കണം. അതിലെ 2ാം പാലിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ 2ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1ാം പാൽ നമുക്ക് മാറ്റി വെക്കണം. 2ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി
കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ബീഫ് വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഉലുവക്കഞ്ഞിയാണ്. നമ്മളെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ചേച്ചി കൊണ്ട് തന്നാണ്. ഇപ്പം അത് കഴിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞിട്ട്. ഇത് സാധാ ഉലുവക്കഞ്ഞിയൊന്നുമല്ല, ഇതിൽ കടല, മമ്പയർ, ചെറുപയർ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇപ്പം മഴയത്ത് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. പിന്നെ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈക്കുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയുമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത് അതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം. എന്നിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചത് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇക്കാൻ്റെ സിസ്റ്റർ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇളയ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ. ആൾ വന്ന് കുറച്ച് സംസാരിച്ച് അതിന് ശേഷം ആൾ കളറൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അവർ പിന്നെ രണ്ടാമത്തെ മോനും ഇയാളും ഭയങ്കര ഫ്രണ്ട്സാണ്. രണ്ടാളെ സ്വഭാവമൊക്കെ ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. അപ്പോൾ ആൾ വരച്ചതൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ എനിക്ക്. ഈ സമയം കൊണ്ട് നമ്മൾ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. തീ ഓണാണ്, ഫ്ലെയിം വളരെ സിമ്മിലാക്കിയിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നല്ല പേസ്റ്റ് രൂപത്തിലായി കിട്ടണം. ഇത് നമ്മൾ സ്റ്റൂവിലേക്ക് ചേർക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊരു കളർ ഇതിന് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു മല്ലിപ്പൊടിയാണ് പറ്റിച്ചതെന്ന്. എന്തായാലും ടേസ്റ്റ് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരെല്ലാവരും വന്നപ്പോൾ പിന്നെ ബാക്കി പണികളെല്ലാം സ്പീഡിൽ ചെയ്യാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ക്യാബേജ് ഉപ്പേരി വെച്ചു, നെയ്ച്ചോറും അതിനിടയ്ക്ക് ഉണ്ടാക്കി. അപ്പോൾ അവരോട് സംസാരിച്ചും കൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർ എത്തുമ്പോൾ ഒരു 2 മണിയായിട്ടുണ്ട്. ലഞ്ചിൻ്റെ പണിയെല്ലാം ഫുള്ള് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഇക്കാൻ്റെ മറ്റേ സിസ്റ്ററിൻ്റെ മോളൊരു സർപ്രൈസായിട്ട് വന്നിട്ടുള്ളത്. ഇളയ പെങ്ങളുടെ ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ദുബായിൽ നിന്ന് ഒരു സർപ്രൈസായിട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇത്താത്തൻ്റെ മോള് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ബൊക്കയും ഒരു കേക്കുമാണ് കേട്ടോ. ഭയങ്കര സർപ്രൈസായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കാനിരുന്നത്. കേക്ക് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേറെയും 2 ഗസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. ഇത് ഇക്കാൻ്റെ ഉമ്മച്ചീൻ്റെ അനിയത്തീൻ്റെ മോളാണ്. ഇവർ ഇക്കാകയും ഇവരൊക്കെ ഭയങ്കര ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പം അവരും ഉണ്ട് ഇന്ന് നമ്മളെ കൂടെ ലഞ്ചിന്. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല തകർപ്പ് മഴയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സേഫായിട്ടൊരു സ്ഥലത്തിരുന്ന് കാണാൻ പറ്റിയൊരു സംഭവമാണ് ഈ മഴ എന്നുള്ളത്. പക്ഷേ നമ്മൾ സേഫ് അല്ലാത്തടത്താണ്, നമ്മൾ വെള്ളം കയറുന്നിടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മഴ പെയ്യുമ്പോൾ ഒരു നെഞ്ഞത്തൊരു ആളലായിരിക്കും. അപ്പം അത് ഞങ്ങളിങ്ങനെ പറഞ്ഞു. ആ ഒരു സമയത്താണ് കേട്ടോ ഞങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ അമ്മായിയും അവരുടെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തീരെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരുന്നു. അതുമല്ല, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ചേച്ചിയും അവരുടെ അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ തലേന്ന് ഇവിടെ എത്തിയിട്ടേ ഉള്ളല്ലോ. അപ്പോൾ വാവനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണേ. രാത്രി ആയപ്പോഴാട്ടോ ഞാൻ കേക്ക് കഴിക്കുന്നത്. അല്ലറ ചില്ലറ പണികളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഉനോ കളിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഒത്തുകൂടി നല്ല രസമുള്ളൊരു സമയമാണല്ലോ. പിന്നെ ഇതിൽ ഇക്കാൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും ഫേസൊന്നും ഞാൻ അധികം ഇതിൽ കാണിക്കാത്തത് അവർക്കാർക്കും അതിന് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അവരുടെ ഫേസ് കാണിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. ഇത് ഇക്കാൻ്റെ അമ്മച്ചിൻ്റെ അനിയത്തിൻ്റെ മോളാണിത്. അവർക്ക് ഒരു വാവ കൂടി ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്ക് 4 മാസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വാവയ്ക്ക് വേണ്ട ഫോർമുലയൊക്കെ ഈ മോളാണ് ഉണ്ടാക്കുന്നത്. അതായത് അവരുടെ മൂത്ത മോളാട്ടോ ഉണ്ടാക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മാഷാല്ലാ ഭയങ്കര സന്തോഷം തോന്നി, ഇത്ര ഹെൽപ്ഫുള്ളാണ് എന്നുള്ളത്. പിന്നെ കുറേ നേരം കളിച്ചും ചിരിച്ചും സംസാരിച്ചും സമയം പോയതറിഞ്ഞില്ല. രാത്രിക്കത്തെ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്, മസാല ഷവായ. അപ്പം നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാവരും ഒരുപാട് കാലത്തിന് ശേഷം ഒത്തുകൂടി ഒരുപാട് കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും നല്ലൊരു ദിവസമായിരുന്നു. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.